താരരാജാവിൻ്റെ പടയോട്ടമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കാണുന്നത്. എമ്പുരാന് ശേഷം തുടരും കൂടി വന്നതോടുകൂടി മോഹൻലാലിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. തിയേറ്ററുകളെല്ലാം ഉത്സവപ്പറമ്പാക്കി മലയാള സിനിമയിൽ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ ലാലേട്ടന് കുറച്ച് ദിവസങ്ങളായി കഴിയുന്നു. മോഹൻലാലിൻ്റെ കുറേ സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ ഇവിടെയുള്ള ലാൽ വിരുദ്ധർ മോഹൻലാലിനെതിരെ എഴുതി മോഹൻലാലിൻ്റെ തിരിച്ചുവരവ്, ലാലപ്പൻ്റെ തിരിച്ചുവരവ് ഇനി ഉണ്ടാവില്ല, ലാലപ്പന് ഒരേ ടൈപ്പ് വേഷങ്ങൾ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെ ഉള്ള വിശേഷണങ്ങൾ നൽകി പലരും മോഹൻലാലിനെ പരിഹസിക്കുകയുണ്ടായി. എന്നാൽ ആ വിശേഷണങ്ങളൊക്കെ വെറും നുണക്കഥകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മോഹൻലാൽ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. മുമ്പ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ദി പ്രിൻസ് ചെയ്യുന്ന അവസരത്തിൽ മോഹൻലാലിന് ക്യാൻസർ ആണെന്ന് വരെ അന്നത്തെ ആളുകൾ പറഞ്ഞു പരത്തി. അതിനുശേഷം വർണ്ണപ്പകിട്ട് വന്നു. പിന്നെ ചന്ദ്രലേഖയിലൂടെയും ആറാം തമ്പുരാനിലെയും വലിയ ഹിറ്റായി മലയാള സിനിമയിൽ ഒരു താരരാജാവ്, ഒരു തമ്പുരാൻ തന്നെ ഉണ്ടായി. അതിനുശേഷം മോഹൻലാലിൻ്റെ ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു. മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാള സിനിമയിൽ ഇത്രയും വലിയ ഹിറ്റുകളുണ്ടാക്കിയ ഇത്രയും വലിയ ജനപ്രിയനായ ഒരു നടൻ മലയാള സിനിമയിൽ വേറെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. കാരണം മലയാളികളോട് ബഹുഭൂരിപക്ഷം മലയാളികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് തന്നെയായിരിക്കും ഉത്തരം. കാരണം ഇന്ന് നമ്മൾ മലയാളത്തിലെ ഇന്ന് നമുക്ക് ഉള്ള എല്ലാ സോഷ്യൽ മീഡിയകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു നടൻ മോഹൻലാലാണ്. അതിനുശേഷം മറ്റ് പല നടന്മാർക്കും അത്രയും ഫോളോവേഴ്സിനെ പോലും കാണാൻ കഴിയും. മലയാളി ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒട്ടേറെ ചിത്രങ്ങൾ മോഹൻലാലിൻ്റേതായുണ്ട്. എന്നാൽ മോഹൻലാലിനെ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തെ തരം താഴ്ത്തി അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ പോലും കളിയാക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ചില കുബുദ്ധികളുടെ തന്ത്രങ്ങളൊന്നും ഇനി ഇവിടെ വിലപേശുകയില്ല. കാരണം ഇനി വരാനിരിക്കുന്ന ഓരോ സിനിമയും മോഹൻലാൽ നടൻ്റെ ഉയർത്തെഴുന്നേൽപ്പുകൾ തന്നെയാണ്, വലിയ ഹിറ്റുകൾ തന്നെയാണ്. ഇനി മോഹൻലാലിൻ്റെ കാലമാണ്. മോഹൻലാലിൻ്റെ ജൈത്രയാത്ര ഇനി തുടരുക തന്നെ ചെയ്യും. മലയാളത്തിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒട്ടനവധി ചിത്രങ്ങൾ ഇനിയും ലാലേട്ടൻ്റെതായ മലയാളത്തിലുണ്ടാവും. അതിനൊരു സംശയം വിചാരിക്കേണ്ട. കാരണം മോഹൻലാലിനെ സംഗി അണ്ണനെന്നും അല്ലെങ്കിൽ മോഹൻലാലിനെ കളിയാക്കി വിളിച്ച പലർക്കും ഉള്ള മറുപടിയാണ് ഈ കാണുന്നത്. ലാലേട്ടൻ്റെ തിരിച്ചുവരവ്, അതിശക്തമായ തിരിച്ചുവരവ് ഇനിയും ഉണ്ടാകും. ഇനി അടുത്ത സത്യനന്ദിക്കാരൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയാണ് വരാനിരിക്കുന്നത്. അതും ഇതിനേക്കാൾ വലിയ ഹിറ്റാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഹിറ്റുകളുടെ തമ്പുരാൻ വീണ്ടും ഹിറ്റുകളായി ഹിറ്റുകൾ തീർക്കുന്ന കാഴ്ച കാണാൻ.